ട്രേഡ് ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഒരു കറൻസി പെയറാണ് USD. അതുപോലെ പലതരത്തിലുള്ള കറൻസി പെയറുകൾ നമുക്ക് കോട്ടക്സിൽ കാണാൻ സാധിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള ചാർട്ട് USD ആണ്. നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള USD കാണാൻ കഴിയും. ഒന്ന് USD OTC, അതുപോലെ തന്നെ ഒന്ന് USD. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ OTC പറഞ്ഞാൽ എന്താണ്? OTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് OTC പറഞ്ഞുള്ള ഈ ഒരു മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോട്ടക്സിൻ്റെ തന്നെ ബ്രോക്കറാണ്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ രണ്ട് തരത്തിലുള്ള മാർക്കറ്റ് കാണാൻ കഴിയും. OTC, അതുപോലെ തന്നെ OTC അല്ലാത്ത ലൈവ് മാർക്കറ്റ്, അല്ലെങ്കിൽ റിയൽ മാർക്കറ്റ് എന്നും പറയും. അപ്പോൾ ഇപ്പോൾ എടുത്തിട്ടുള്ളത് USD, അതായത് ഇതിൽ ബ്രാക്കറ്റിൽ OTC ഇല്ല. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇത് പ്രൈസിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ക്യാൻഡിൽസ് മൂവ് ചെയ്യുന്നത്. OTC മാർക്കറ്റിലാണെങ്കിൽ OTC മാർക്കറ്റും പ്രൈസിനനുസരിച്ചിട്ടാണ് മൂവ് ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ എന്താണ്, അതിൽ നമുക്ക് ലോസ് കൂടുതൽ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. കാരണം എന്താണ്, നമ്മൾ ചിലപ്പോൾ ഒരു വീക്കോളം ഒരു ട്രേഡിംഗ് മീൻസ് എന്താ പറയുക, ഒരു സ്ട്രാറ്റജി തന്നെ യൂസ് ചെയ്യും. സ്റ്റിൽ പിറ്റത്തെ വീക്ക് എന്താവും, ചിലപ്പോൾ നമുക്ക് ആ ഒരു സ്ട്രാറ്റജി വർക്കൗട്ട് ആയിക്കൊള്ളണമെന്നില്ല. കാരണം എന്താണ്, OTC മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോട്ടക്സിൻ്റെ തന്നെ ബ്രോക്കർമാരാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിനനുസരിച്ച് അവർക്ക് പ്രൈസിൽ മാറ്റം വരുത്താനും സാധിക്കും. ഓക്കെ, അതാണ് OTC മാർക്കറ്റും അതുപോലെ തന്നെ റിയൽ മാർക്കറ്റും തമ്മിലുള്ള വ്യത്യാസം. റിയൽ മാർക്കറ്റ് ആണെങ്കിലോ നമ്മളൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്കിൽ നമുക്ക് ചിലപ്പോൾ ആ സ്ട്രാറ്റജി വർക്കൗട്ടായി, വർക്കൗട്ട് ആവാൻ ചാൻസസ് കൂടുതലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഈ OTC മാർക്കറ്റ് ആണെങ്കിലോ OTC മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? കോട്ടക്സിൻ്റെ തന്നെ ബ്രോക്കർമാരാണ്. അപ്പം നമുക്ക് ചില സാഹചര്യങ്ങളിൽ എന്ത് സംഭവിക്കും, അതായത് ലോസ് നല്ല രീതിയിൽ കൂടാൻ ചാൻസസ് കൂടുതലാണ്. നമ്മളെ ലോസാണ് ഈ പറഞ്ഞ കോട്ടക്സ് ബ്രോക്കറിൻ്റെ പ്രോഫിറ്റ്. അതായത് OTC മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളിതിൽ പ്രോഫിറ്റ് മീൻസ് എന്താ പറയുക, നമ്മളിതിൽ ട്രേഡ് ചെയ്യും. അവരെന്താട്ടും സ്വാഭാവികമായിട്ടും നമ്മളെ സ്ട്രാറ്റജിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മാർക്കറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ ക്യാൻഡിൽസ് കൊണ്ടുവരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് പരമാവധി OTC മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ സേഫ് ആക്കുക. അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഇല്ലാണ്ട് ഒരു കാരണവശാലും റിയൽ മാർക്കറ്റിൽ ചെയ്യുന്നത് പോലെ OTC മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. കാരണം നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും, ഇതിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നത് ഇപ്പോൾ ഈ ഒരു ടൈമിൽ, ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നത് ആരാണ്? OTC മാർക്കറ്റാണ്. അത് കണ്ടതുകൊണ്ട് മാത്രം നമ്മൾ ഒരു കാരണവശാലും കയറി ഒറ്റയടിക്ക് എന്ത് ചെയ്യരുത്, OTC മാർക്കറ്റിൽ ട്രേഡ് എടുക്കരുത്.